കലിപ്പൻ കാശിനാഥന്റെ വാടക ഭാര്യ. രചന രാജി ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. ഓ, മോൻ കാമുകിയുടെ കൂടെ കറക്കൊക്കെ കഴിഞ്ഞ് എപ്പോൾ എത്തി? അമ്മയുണ്ടാക്കി ഉണ്ണിയപ്പം അമ്മായിയുടെ വീട്ടിൽ കൊടുക്കാൻ വന്നാണ് വേദ. ഇവൾ വേദ. ഗീതാമാധവത്തിൽ മാധവൻ തമ്പിയുടെയും ഗീതാമാധവൻ തമ്പിയുടെയും ഒരേ ഒരു മകൾ. ഡിഗ്രി 3rd ഇയർ സ്റ്റുഡൻ്റാണ് വേദ. വേദയുടെ അച്ഛൻ്റെ പെങ്ങളാണ് സുധ. അവരുടെ ഭർത്താവ് ഹരിഹരൻ തമ്പി. അവരുടെ മകനാണ് കാശിനാഥൻ. കാശി ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം എത്തിയതേ ഉള്ളൂ. നീ എന്തൊന്ന് കോളേജിൽ നിന്ന് ലേറ്റ് ആയിട്ടാണോ വന്നേ? ആ കാശി ഏട്ടാ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അല്ല, അമ്മായി എവിടെ? അമ്മ കുളിക്കുക. എന്നതിൻ്റെ കയ്യിൽ ഉണ്ണിയപ്പം അമ്മയുണ്ടാക്കിയതാ. ആഹാ, എന്നിട്ടാണ് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇങ്ങ് താടി. എത്ര നാളായി ഉണ്ണിയപ്പം കഴിച്ചിട്ട്? തരാം, പക്ഷെ മുഴുവനും കഴിക്കരുത്. അമ്മാവിനും അമ്മായിക്കും കൂടെ കൊടുക്കണം. അവൾ ഉണ്ണിയപ്പത്തിന്റെ പാത്രം കാശി കൊടുത്തു. ഓ, കൊടുത്തോളാവേ. അല്ല, നീ ഇരിക്കുന്നില്ലേ? ഇല്ല കാശിയേട്ടാ, വിളക്കൊക്കാൻ സമയമായില്ലേ. അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു. നാളെ കാണാം. അടി ശരി. വേദ വീട്ടിലേക്ക് പോയി. കാശി റൂമിലേക്കും. പിറ്റേന്ന് കാശിയേട്ടാ. വേദ കോളേജിൽ പോകാൻ റെഡിയായി വന്നു. കാശിയോടൊപ്പമാണ് അവൾ കോളേജിൽ പോകുന്നു. അവളെ കോളേജിന് മുമ്പിൽ ഇറക്കി കാശി ബാങ്കിലേക്ക് പോകും. ആ, മോള് വന്നോ? കയറി വാ മോളെ. കാശിയുടെ അച്ഛൻ ഉമ്മറത്തേക്ക് വന്നപ്പോൾ വേദ വരുന്ന കണ്ട് അവളോട് പറഞ്ഞു. ഇല്ല മാവ, കയറുന്നില്ല. സമയം ഒത്തിരിയായി. കാശിയായിട്ട് ഇറങ്ങിയില്ലേ? അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാ. മോള് വന്ന് കഴിക്കുക. ഞാൻ കഴിച്ചോ മാവ. അപ്പോഴാണ് കാശിയും അമ്മയും ഉമ്മറത്തേക്ക് വന്ന്. ആ, മോള് വന്നോ? അകത്തേക്ക് വരാത്തെന്താ? കാശിയുടെ അമ്മ ചോദിച്ചു. ഞാൻ കഴിച്ചതാ അമ്മായി. അതെ അമ്മ, ഇവളെ കൊണ്ട് കൂടുതൽ തീറ്റിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓവറായാലേ ഇവള് വീപ്പക്കുറ്റി പോലെയാവും. കാശി അവളുടെ തലയിൽ തട്ടി പറഞ്ഞു. തോടപ്പട്ടി, വീപ്പക്കുറ്റി നിന്നെ മറ്റവള്. ഏടേ വേണ്ട കേട്ടോ. എന്നെ പറഞ്ഞ ഞാനും പറയും. അല്ല പിന്നെ. അവൾ മുഖമെടുത്ത് കയറ്റി നിന്നു. ഓഹ്, ഈ പിള്ളേരെ കൊണ്ട് നേരെ കണ്ട രണ്ടും കീരിയും പാമ്പും. എന്നാ ഒരു ദിവസം കണ്ടില്ലെങ്കിലോ? എന്നതാ രണ്ടിൻ്റെയും സങ്കടം. കാശിയുടെ അമ്മ പറഞ്ഞു. അതെ അതെ, അച്ഛനും ശരിവെച്ച്. അത് പിന്നെ അങ്ങനെയല്ല എൻ്റെ അമ്മക്കുട്ടി. എനിക്ക് തല്ലുണ്ടാക്കാനും സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെയായി ഈ ഒരു കുരുപ്പല്ലേ ഉള്ളൂ. അല്ലടി പോത്ത്. പോത്ത് നിന്റെ. ആളവനടിക്കാൻ കൈ ഉയർത്തി. അവൻ ഒഴിഞ്ഞു മാറി. ഡീ, സമയമായില്ലേ, കയറുക. കാശി ബൈക്കിൽ കയറിയവളോട് പറഞ്ഞു. അവളും കയറി. ബയ്യമ്മാവാ, ബയ്യമ്മായി. അവൾ കൈവീശി യാത്ര പറഞ്ഞു. അവർ പോകുന്നു നോക്കി ആലോചനയോട് നിൽക്കുന്ന കാശിയുടെ അമ്മയോട് അച്ഛൻ ചോദിച്ചു. എന്താണോ തനിക്കൊരു ആലോചന? വേറെ നല്ല അരിയേട്ടാ, നമ്മുടെ മോൻ്റെ ഭാര്യയായിട്ട് വേദമോളെ കൈപ്പിടിച്ച് കയറ്റണം എന്നല്ലായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ അവൻ്റെ ഇഷ്ടം കൂടി നമുക്ക് നോക്കണ്ടേ? അവരല്ലേ ജീവിക്കേണ്ടത്. അവന് മീനാക്ഷി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അവൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെടോ. വേദമോളെന്നും നമ്മുടെ പൊന്നു മോളല്ലേ. ആ, ഈശ്വരൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെ നടക്കട്ടെ. ഇരുവരും അകത്തേക്ക് പോയി. വേദ പഠിക്കുന്ന കോളേജിലാണ് മീനാക്ഷിയും പഠിക്കുന്നത്. പക്ഷേ രണ്ടുപേരും 2 ക്ലാസ്സിലാണ്. വേദയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടാണ് കാശി മീനാക്ഷിയുമായി ഇഷ്ടത്തിലായത്. വേദയെ കോളേജിലാക്കി തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് മീനാക്ഷി വന്നത്. നീ ലേറ്റായോ? ആ, കുറച്ച്. ഇറങ്ങിയപ്പോൾ സ്കൂട്ടി പണി മുടക്കി. പിന്നെ അച്ഛനെ കൊണ്ടാക്കിയേ. ശരി. ഞാൻ പോവാട്ടോ, ടൈമായി. ഓക്കെ ആശിയേട്ടാ, ബൈ. വേദയുടെയും കാശിയുടെയും അടിപിടിയും കാശിയുടെയും മീനാക്ഷിയുടെയും പ്രണയമൊക്കെയായി ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ കാശിക്ക് 27 വയസ്സായി എന്ന് പറഞ്ഞ് വീട്ടിൽ വിവാഹം വേഗം നടത്താൻ അച്ഛനും അമ്മയും ധൃതി കൂട്ടി. 27 വയസ്സിന് മുമ്പ് കാശിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 40 വയസ്സിലെ വിവാഹത്തിന് ഉചിതമായ സമയമുണ്ടാവുമെന്ന് പ്രശ്നം വെച്ചപ്പോൾ അറിഞ്ഞു. മീനാക്ഷിയുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു. കാശിക്കാരും മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ അവളത് തടസ്സപ്പെടുത്തി. എനിക്കിനിയും പിടിച്ചേക്കാൻ പറ്റില്ല. കണിയാർ പറഞ്ഞ കാര്യം നിനക്ക് അറിയാവുന്നല്ലേ. കാശിയുടെ വീട്ടുകാരെ പോലെ പഴഞ്ചനായിട്ടാണ് ചിന്തിക്കുന്നത്. ഈ ജ്യോതിഷത്തിൽ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കണിയാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുണ്ട്. കാശിയേട്ടാ, എനിക്ക് കാശിയേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ കല്യാണത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എനിക്ക് എൻ്റെ കരിയറാണ്. എൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കാശിയേട്ടനെ സഹായിക്കില്ലേ? എൻ്റെ പ്രായമില്ല വേദയും. എന്നിട്ട് അവൾ വീട്ടുകാർ കെട്ടിച്ചു വിടാതെ അവളുടെ കരിയറല്ലേ നോക്കുന്നത്? അവളുടെ ആഗ്രഹം പോലെ എനിക്കും സ്റ്റേറ്റ്സ് പോയി പഠിക്കാൻ ആഗ്രഹം. അതൊരു എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? ഞാൻ നിനക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. പക്ഷെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. നിന്നൊന്നും മനസ്സിലാക്ക് പ്ലീസ്. എനിക്കറിയാം കാശിയേട്ടനെ. പക്ഷേ നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ. എൻ്റെ അവസ്ഥ പറഞ്ഞ മോളെ. എങ്ങനെയും കാശിയേട്ടൻ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാനല്ലേ, പ്ലീസ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി മോളെ, എന്നേ പോട്ടെ. അവനവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. വീട്ടിൽ വന്ന് കാശി മീനാക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ വീട്ടുകാർ ആദ്യമായി അവനെ എതിർത്തു. ആ മാസം തന്നെ കല്യാണം നടത്തണമെന്ന് വീട്ടുകാർ തീർത്തു പറഞ്ഞു. കാശി ആകെ ധർമ്മസങ്കടത്തിലായി. സ്റ്റേറ്റ്സിലേക്ക് പോകാനുള്ള പേപ്പേഴ്സ് ശരിയാക്കാനായി കാശി കൂട്ടി പോകാനായി കാശിയുടെ വീട്ടിലേക്ക് വന്നാണ് വേദ.
തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അമ്മായി വേദയോട് പറഞ്ഞു. അവൾക്കും സങ്കടമായി. കാരണം കാശിയുടെ മനസ്സ് വേദയ്ക്ക് നന്നായിട്ട് അറിയാം. ആ മനസ്സിൽ മീനാക്ഷിയോടുള്ള സ്നേഹവും അറിയാം. പക്ഷെ അമ്മാവനെ അമ്മായി ധിക്കരിക്കാൻ കാശിയേട്ടന് കഴിയില്ലെന്നും അറിയാം. അവൾ കാശിയുടെ മുറിയിലേക്ക് പോയി. കാശി നെറ്റിക്ക് മുകളിലായി കൈകൾ വെച്ച് കണ്ണടച്ച് കട്ടിലിൽ കിടക്കുകയായിരുന്നു. കാശിയേട്ടാ, അവൾ നേർമയായി വിളിച്ചു. കാശി കണ്ണു തുറന്ന് നോക്കി. അവളെ കണ്ടത് അവൻ എഴുന്നേറ്റു. ആ, നീ വന്നോ, ഇരിക്കെ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. വാഷ്റൂമിലേക്ക് പോവാനൊരുങ്ങിയ കാശിയുടെ കയ്യിൽ അവൾ പിടിച്ചു നിർത്തി. കാശിയേട്ടാ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മായി പറഞ്ഞു കാര്യങ്ങളൊക്കെ. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാശിയേട്ടാ. ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ലല്ലോ മോളെ. മക്കൾക്ക് നല്ല വരണമെന്ന് മാത്രമേ എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കൂ. മീനുവിനോട് ചോദിച്ചില്ല കാശിയേട്ടാ, സ്റ്റേറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് വിവാഹം നടത്തിക്കൂടെയെന്ന്? പോകുന്നതിന് മുമ്പ് കല്യാണം കഴിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അവളോട് പറഞ്ഞപ്പോൾ അവൾ നിന്റെ കാര്യം പറഞ്ഞു. നീ അവൾ ഒരേ പ്രായമല്ലേ, എന്നിട്ട് നിന്റെ വീട്ടുകാർ നിന്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന്. കാശിയേട്ട ഏട്ടൻ്റെ ജാതത്തിലുള്ള പ്രോബ്ലം കൊണ്ടല്ലേ ഏട്ടൻ്റെ കല്യാണത്തിന് നിർബന്ധിക്കുന്നത്? അവളെന്താ അത് ചിന്തിക്കാത്തത്? മോളെ, അവള് ദേ കാശിയേട്ട, കാശിയേട്ടൻ അവൾ ജീവനായിരിക്കും. പക്ഷെ അവൾ കാരണം കാശിയേട്ടൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഇന്നോളം കാശിയേട്ടൻ കണ്ണു നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അവൾ കാരണം ഞാൻ അതുണ്ടായാ. മോളെ, ശരി, ഞാൻ പോവാ. നിനക്കിപ്പോൾ എപ്പോഴും ശരിയാക്കണ്ടേ? ഇന്നെന്തായാലും എൻ്റെ മൂഡ് പോയി, നാളെ പോവാം. ശരി, ഞാൻ ഇറങ്ങുക. ദേ, ഞാൻ അമ്മായി വിളിക്കും. ഇങ്ങനെ മുറിക്കകത്ത് അടച്ചിരുന്ന ആലോചനയിൽ മുഴുകാനാണ് ഭാവെങ്കിൽ ഞാൻ അവളെ വിളിക്കുവേ, പറഞ്ഞേക്കാം. അവൾ അവിടുന്ന് ഇറങ്ങി. മീനുവിനേക്കാൾ തന്നെ മനസ്സിലാക്കാൻ വേദക്ക് കഴിയുന്നു എന്നോർത്തപ്പോൾ അവന് സന്തോഷവും, എന്നാൽ മീനുവിനെ കുറിച്ച് ഓർത്തപ്പോൾ വേദനയും തോന്നി. പിറ്റേന്ന് കാശിയും വേദയും കൂടിയാണോ മീനാക്ഷിയെ കാണാൻ പോയത്. മീനു താനെന്താ കാശിയേട്ടൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്തേ? വേദ മീനാക്ഷിയോട് ചോദിച്ചു. കാശിയേട്ടൻ്റെ സ്ഥാനത്തുനിന്ന് മാത്രമേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ ഭാഗത്ത് നിങ്ങളൊന്നും ചിന്തിക്കാത്ത എന്താ? മീനാക്ഷി വേദയോട് ചോദിച്ചു. മീനു, നിന്റെ കരിയറും സ്വപ്നങ്ങളൊന്നും ആരും തടയുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് നീ പൊക്കോ സ്റ്റേറ്റ്സിലേക്ക്, അതാരും തടയുന്നില്ല. കണിയാര് പറഞ്ഞ സമയത്ത് കല്യാണം നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. വേദ മീനുവിനോട് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ. കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തേ? പിന്നെ എന്തിനാ നീ പ്രേമിക്കാൻ പോയി? വേദക്ക് ദേഷ്യം വന്നു. കാശിയേട്ടാ, ഇവിടെ വായിൽ വരുന്ന കേൾപ്പിക്കാനാണോ എന്നോട് വരാൻ പറഞ്ഞ്? മീനു കാശിയുടെ നേരെ തിരിഞ്ഞു. മീനു പ്ലീസ്, എൻ്റെ അവസ്ഥ കൊണ്ട് സങ്കടം തോന്നിയിട്ടാ ഇവള് നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. എൻ്റെ സ്ഥാനത്ത് ഇവളാണ് ഈ കല്യാണത്തിന് സമ്മതിക്കായിരുന്നോ? ഇല്ല, എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങളാ വലുത്. ദേ കാശിയേട്ടാ, ഇവളോട് പറയും നമ്മുടെ കാര്യത്തിൽ ഇടപെടണ്ടാന്ന്. നമ്മുടെ കാര്യം തീരുമാനിക്കുക ഇവളാരാ? മീനു പൊട്ടിത്തെറിച്ചു. മീനു ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾ കരുതിയില്ല. അവൾ പെട്ടെന്ന് നിശബ്ദയായി. മീനു, കാശി അവളെ ഉറക്കെ വിളിച്ചു. എന്താ ഇവളെ പറഞ്ഞപ്പോൾ കാശിയേട്ടൻ നൊന്തോ? ദേ മീനു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കരുതി എന്നെ സ്നേഹിക്കുന്നവരെ പറഞ്ഞാ ഞാൻ കേട്ടു നിൽക്കുന്നു കരുതണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയും വേദനിക്കുന്ന കണ്ടപ്പോ എന്റെ കസിൻ എന്നല്ലേ അവള് പറഞ്ഞു. അതിന് നീ എന്തിനാ അവളോട് ചൂടാവുന്നേ? ഓ, അപ്പൊ കാശിയേട്ടൻ എന്നെക്കാളും വലുത് ഇവളല്ലേ? അതേടി, ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് വെറും 3 വർഷം ആയിട്ടുള്ളൂ. എന്നാൽ ഇവള് ജനിച്ചപ്പോ തൊട്ട് എനിക്കിവളെ അറിയാം. എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഇവള് ചെയ്യില്ല. അപ്പൊ ഞാൻ മീനു എന്തോ പറയാൻ തുടങ്ങിയതും വേദ ഇടക്കേറി പറഞ്ഞു. മതി, നിർത്ത്. എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ഞാനിനി നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല, പോരെ? വേദ മോളെ. അവൾ പോകാൻ തുടങ്ങിയതും കാശി അവളെ പിടിച്ചു നിർത്തി. വേണ്ട കാശിയേട്ടാ, ഇനിയും കാശിയേട്ടൻ വേദനിക്കുന്നതാണ് എനിക്ക് വയ്യ. ഞാൻ പോവാ. വേദ, മീനു വിളിച്ചു. കാശിയേട്ടനോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞ് നീ അത് ചെയ്യൂ. എന്താ കാര്യം? വേദ ചോദിച്ചു. താനെ എന്നോട് കല്യാണം കഴിഞ്ഞു പോകാനല്ലേ പറഞ്ഞ്. കുറച്ചു നാളത്തേക്ക് നീ എനിക്ക് വേണ്ടി കാശിയേട്ടൻ താലിയെടുക്കും. വാട്ട്? കാശി മീനുവിനെ നോക്കി. വേദ അവൾ പറഞ്ഞോന്നറിയാതെ അവൾ നോക്കി. നീ എന്തൊക്കെയാ മീനു പറയുന്നത്? കാശി മീനാക്ഷിയെ തുറിച്ചു നോക്കി. കാശിയേട്ടൻ തുറിച്ചു നോക്കണ്ട, ഞാൻ മുഴുവൻ പറഞ്ഞില്ല. എനിക്ക് വേണ്ടി നീ കുറച്ച് നാൾ കാശിയേട്ടൻ്റെ ഭാര്യയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ട് ചെയ്യണം. കല്യാണം കഴിഞ്ഞ് നീ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നവരെ. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞല്ലേ നീ വരും. അപ്പം ഞാനും എത്തും. അതിനുശേഷം ഞാൻ കാശിയേട്ടനെ കല്യാണം കഴിച്ചോളാം. കൂടിപ്പോയൊരു 2 months. അതിനുശേഷം നിനക്ക് നിന്റെ വഴി. അതാകുമ്പോൾ ജാതകത്തിലെ പ്രോബ്ലം സോൾവ് ചെയ്യാം. പ്ലീസ് വേദ, നിന്റെ കാശിയേട്ടന് വേണ്ടി, എനിക്ക് വേണ്ടി. വേദമൊന്നും മിണ്ടിയില്ല. നിനക്കെന്താ മീനു ഭ്രാന്തുണ്ടോ? നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇവിടെ ലൈഫ് സ്പോയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് കല്യാണം ഇപ്പോൾ വേണ്ട. നമുക്കിടയിലേക്ക് നീ ഇവളെ വലിച്ചേക്കണ്ട. കാശി പൊട്ടിത്തെറിച്ചു. അപ്പൊ എന്നെ കാശിയേട്ടന് വേണ്ടല്ലേ? മീനു മുഖം പൊത്തി കരഞ്ഞു. മോളെ, നിന്നെ വേണ്ടാഞ്ഞിട്ടല്ലടാ, പക്ഷെ അതിനു വേണ്ടി. കാശിയേട്ടാ, വേദ വിളിച്ചു. എന്താ മോളെ? കാശിയേട്ടന് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കാശിയേട്ടൻ്റെ വാടക ഭാര്യയാവാൻ എനിക്ക് സമ്മതം. നീ എന്തീ പറയുന്നത്? വേണ്ട, അത് ശരിയാവില്ല. എനിക്ക് വേണ്ടി നിന്റെ ലൈഫ് വേണ്ട മോളെ. കുറച്ച് നാളത്തേക്കല്ല കാശിയേട്ടാ, ഞാൻ പോയി കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാരോട് നമുക്ക് എന്തെങ്കിലും പറയാം. അത് മോളെ വേണ്ടടാ. കാശി അവളുടെ തലയിൽ തലോടി പറഞ്ഞു.
സാറിന് കാശിയേട്ടാ, നമ്മുടെ വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. അവൾ കാശിക്ക് പുഞ്ചിരി നൽകി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. മീനുവിന്റെ വീട്ടിൽ അവൾക്ക് വരെ കല്യാണം ഉറപ്പിച്ചെന്നും അവൾ അതിന് സമ്മതിച്ചെന്നും കാശിയും വേദയും വീട്ടിൽ പറഞ്ഞു. മീനുവിന്റെ കല്യാണത്തിന് മുമ്പ് കാശിയുടെ വിവാഹം നടത്തണമെന്നും വേദയെ ആലോചിക്കട്ടെ എന്നും വീട്ടുകാർ ചോദിച്ചു. അത് കാത്തിരുന്ന ഇരുവരെ സമ്മതിച്ചു. അങ്ങനെ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെ കാശി വേദയുടെ കഴുത്തിൽ താലി ചാർത്തി. വീട്ടുകാരുടെ മുമ്പിൽ ഇരുവരും തകർത്ത് അഭിനയിച്ചു. എന്നാൽ ബെഡ്റൂമിൽ അവർ വെറും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. കാശിയുടെ എല്ലാ കാര്യങ്ങളും വേദ നോക്കിയെങ്കിലും ഒരിക്കൽ പോലും അവളുടെ മനസ്സിൽ കാശിയുടെ യഥാർത്ഥ ഭാര്യയാവാൻ അവൾ ആഗ്രഹിച്ചില്ല. ഭാര്യ എന്ന രീതിയിലുള്ള യാതൊരു അധികാരങ്ങളും അവൾ എടുത്തിരുന്നില്ല. കാശി അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇതിനിടയിൽ മീനുവിന് സ്റ്റേറ്റ്സിൽ പോകാനുള്ള പേപ്പേഴ്സ് ശരിയായി. അവൾ പോയി. വേദക്കും പേപ്പേഴ്സ് വന്നു. പക്ഷേ ജാതകപ്രകാരം കാശിക്ക് മോശം സമയമാണെന്നും പരിഹാരക്രിയകൾ ഭാര്യ തന്നെ ചെയ്യണമെന്നും കണിയാർ പറഞ്ഞു. പക്ഷേ കാശി അത് എതിർക്കുകയും വേദയോട് പോകാനിടയാവാനും പറഞ്ഞു. പക്ഷേ വീട്ടുകാരുടെ കണ്ണീരിന് മുമ്പിൽ വേദ കാശിക്ക് വേണ്ടി തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തന്റെ മനസ്സിൽ കുഴിച്ചു മൂടി. കാശി കുറെ എതിർത്ത് നോക്കി. ഒടുവിൽ അമ്മയുടെ കണ്ണീരിന് മുമ്പിൽ തോൽക്കേണ്ടി വന്നു. ദിവസങ്ങൾ കടന്നുപോയി. കാശിക്ക് വേദയെക്കുറിച്ച് ഓർത്ത് സങ്കടമുണ്ടെങ്കിലും വേദ അവരുടെ വാക്കുകളാൽ അതൊക്കെയും മാറ്റും. 6 മാസങ്ങൾ വേഗം കടന്നുപോയി. ഇതിനിടയിൽ വേദ പ്രഗ്നന്റ് ആവാത്തതുകൊണ്ട് ഡോക്ടറെ കാണാൻ വീട്ടുകാർ നിർബന്ധിക്കാൻ തുടങ്ങി. ഇരുവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. വേദ സ്റ്റേറ്റ്സിൽ പോകാനുള്ള തീരുമാനം മാറ്റിയതറിഞ്ഞ് 1 വർഷത്തിന് ശേഷം മീനു നാട്ടിലെത്തി. കാശിയെ കാണാൻ അവളുടെ വീട്ടിൽ വന്നു. പക്ഷേ വീട്ടുകാർ എന്തെന്ന രീതിയിൽ അവളെ നോക്കി. വേദയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. എന്താ കുട്ടി, നീ എന്തിനപ്പം ഇങ്ങോട്ട് വന്ന്? കാശിയുടെ അച്ഛൻ മീനാക്ഷിയോട് ചോദിച്ചു. എന്താ, എനിക്കിവിടെ വന്നൂടെ? അവൾ ചോദിച്ചു. എന്തിനാണ് നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ മോനെ ദ്രോഹിച്ചാൽ മതിയായില്ലേ നിനക്ക്? കാശിയുടെ അമ്മ അവളോട് ദേഷ്യപ്പെട്ടു. എന്തിനാന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ കാശിയേട്ടനും വേദക്കും അറിയാം. അവരെ വിളിക്ക്. അപ്പോഴാണ് കാശിയും വേദ അങ്ങോട്ടേക്ക് വന്നു. മീനാക്ഷിയുടെ വരവ് അവർ പ്രതീക്ഷിച്ചതാണെങ്കിലും പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ഇരുവരും ഞെട്ടി. മീനു, നീ? കാശി പെട്ടെന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെ. എന്താ, എന്റെ വരവ് നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? മീനു അത് എന്തോ പറയാനൊരുങ്ങിയ വേദയെ അവൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ടടി, നീ എന്നോട് ഈ ചതിയെന്ന് ഞാൻ കരുതിയില്ല. മീനുവിന്റെ മുഖം ചുവന്നു. ഞാൻ നിന്നോട് എന്ത് ചതിയെന്ന് നീ പറയുന്നത്? വേദ ചോദിച്ചു. നിനക്കറിയില്ല അല്ലേ, എനിക്ക് വേണ്ടി കുറച്ചാൾ കാശിയേണ്ട വാടക ഭാര്യ ആവാനാ ഞാൻ നിന്നോട് പറഞ്ഞേ. പക്ഷെ നീ അവന്റെ റിയൽ ഭാര്യയായി അല്ലേടി? എന്താ കുട്ടി നീ പറയുന്നേ? വാടക ഭാര്യയോ? എന്താ ഇതൊക്കെ? കാശിയുടെ അച്ഛൻ ചോദിച്ചു. ഞാൻ പറയാൻ കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രയൊക്കെയായി. ഇനി നിങ്ങളോട് മറക്കുന്നത് എന്തിനാ? ഇവള് കാശിയേണ്ട വാടക ഭാര്യ, വെറും വാടക ഭാര്യ. എന്റെ കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് തയ്യാറില്ലെന്ന് പറഞ്ഞപ്പോൾ കണിയാർ പറഞ്ഞ സമയത്ത് കാശിയേണ്ട കല്യാണം നടക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേരും കൂടി നടത്തിയ പ്ലാനാണ് ഇവരുടെ കല്യാണം. മോളെ! വേദയുടെ അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ വിളിച്ചു. കാശി, ഞങ്ങൾ ഈ കേൾക്കുന്നൊക്കെ സത്യാണോടാ? കാശിയുടെ അച്ഛൻ ചോദിച്ചു. അത് അച്ഛാ, സത്യാണോന്ന്? അതെ. മുഖമടച്ചൊരടിയായിരുന്നു കാശിയുടെ അച്ഛന്റെ പ്രതികരണം. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ചാണോടാ നീയൊക്കെ കളിക്കുന്നേ? അതിന് കാശിയെ മാത്രം എന്തിനാ തല്ലിയേ? ഇവളും തെറ്റുകാരിയല്ലേ? വേദയുടെ അച്ഛൻ പറഞ്ഞു. എന്താ മക്കളെ ഇതൊക്കെ? 2 അമ്മമാരും കരഞ്ഞുപോയി. ഇപ്പൊ തന്നെ അമ്പലത്തിൽ പോയി താലി കാശിയേട്ടന്റെ കഴുത്തിൽ കെട്ടിത്തരണം. ഇനിയും താമസിച്ചാൽ പോകും കാശിയേട്ടൻ എനിക്ക് നഷ്ടപ്പെടും. ഇവളെന്റെ കാശിയേട്ടൻ എന്തെങ്കിലും തട്ടിയെടുക്കും. മീനു കാശിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. കാശി അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇനി ഇവളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും നിന്റെ നാവീന്ന് വീണ ഞാനിങ്ങനെ പ്രതികരിക്കുന്ന എനിക്ക് തന്നെ അറിയില്ല മീനാക്ഷി. ഓ, അപ്പൊ കാശിയേട്ടനും മാറിയോ? ഇപ്പൊ എന്നെക്കാൾ വലുത് ഇവളാണോ? 1 കൊല്ലം ഇവളെ കൂടെ കിടന്ന് സുഖിച്ചോ? അതാണ് ഇങ്ങനെ ഒരു മാറ്റം. വേദ കേട്ട് ഞെട്ടി. എന്നാൽ കാശി മീനുവിന്റെ മുഖമടച്ചൊന്ന് കൊടുക്കുകയാണ് ചെയ്ത്. പുല്ല്, നീ പറഞ്ഞ ശരിയാ. ഇപ്പൊ എനിക്ക് നിന്നെക്കാൾ വലുത് ഇവള് തന്നെയാ. അത് നീ പറഞ്ഞ പോലെ എന്റെ കൂടെ കിടന്ന് സുഖിപ്പിച്ചിട്ടല്ല, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്നെ ജീവിതത്തുല്യം സ്നേഹിക്കുന്നുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. മനസ്സിലായടി പുല്ല്? നിനക്കറിയോ, കഴിഞ്ഞ 1 വർഷത്തിനിടെ ഒരിക്കൽ പോലും എന്റെ ഭാര്യാവൻ ഇവള് ശ്രമിച്ചിട്ടില്ല. എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. പക്ഷെ ബെഡ്റൂമിൽ ഇവൾ എന്റെ ഏറ്റവും നല്ല സുഹൃത്താ. സെക്ഷൽ കോണ്ടാക്ട് ഒഴികെയുള്ള ഒരു ഭാര്യയുടെ എല്ലാ ധർമ്മങ്ങളും ഒരു പരാതിയില്ലാതെ അവൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരിക്കൽ പോലും നിന്റെ സ്ഥാനം ഇവൾ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല. നീ വരുമ്പോ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായി നിൽക്കുന്നവളാ വേദ. പക്ഷേ എപ്പോഴൊക്കെ ഇവൾ എന്റെ സ്വന്തമായിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവളോടൊപ്പമുള്ള ജീവിതം ഒരുപാട് കൊതിച്ചു പോയിട്ടുണ്ട്. നീയും ഇവളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് മീനാക്ഷി. നീ നിന്റെ കരിയറിന് വേണ്ടി എന്നെ ഉപേക്ഷിച്ചു. എന്നാൽ ഇവളോ എനിക്ക് വേണ്ടി ഇവളുടെ കരിയറും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു. അപ്പൊ ഞാൻ ആരെയാ സ്നേഹിക്കണ്ട്? ആരെയും ഒപ്പം കൂട്ടണ്ട്? ഓ, അപ്പൊ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നല്ലേ? എനിക്കിപ്പോ തോന്നുവാ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞ് പുറകെ നടന്നപ്പോ അവള് നിങ്ങളുടെ മറ്റോളായിരുന്നോന്ന്. നിർത്തി പുല്ല്. ഇനി ഇവിടുന്ന് വായി തോന്നി വിളിച്ചു പറഞ്ഞാ ആട്ടി ഇറക്കും ഞാൻ, പറഞ്ഞേക്കാം. ഞാനിപ്പോ പോവാ. പക്ഷേ നിങ്ങൾ ഒന്നോർത്തോ, ഇവളുടെ ഒപ്പം സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ. അതും പറഞ്ഞ് മീനോടുന്ന് ഇറങ്ങിപ്പോയി.
കാശി പറഞ്ഞ കേട്ട് ഒരു ശീല കണക്കി നിൽക്കുകയായിരുന്നു വേദ. രാത്രി കാശി റൂമിലേക്ക് വന്നപ്പോൾ വേദ അവിടെ ഇല്ലായിരുന്നു. അവൻ റൂമാകെ നോക്കി. അപ്പോഴാണ് ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നെടുക്കുന്നത് കണ്ടത്. അവൻ അങ്ങോട്ട് പോയി. അവിടെ ആകാശത്തേക്ക് നോക്കി എന്തോ ആലോചനയിൽ മുഴുകി നിൽക്കുകയായിരുന്നു വേദ. അവൻ അവൾക്കടുത്ത് ചെന്ന് നിന്നു. എന്താണ് കാന്താരി, വലിയ ആലോചനയിലാണല്ലോ മേഡം, എന്താ കാര്യം? അടുത്ത വേൾഡ് വാർ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. എന്തേ കൂടുന്നോ? അവന് നോക്കി അവൾ പറഞ്ഞു. ഞാനില്ലേ, എനിക്ക് 5-6 പിള്ളേരൊക്കെ ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം. തൽക്കാലം മോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. എത്ര പിള്ളേര്? ഒരു 5 അല്ലെങ്കിൽ 6 അത്രേ മതി. ഇനിയിപ്പോൾ 7 പേരുണ്ടെങ്കിൽ നമുക്കൊരു 7s ഫുട്ബോൾ ടീമിനെ തന്നെ ഇറക്കാമല്ലോ. 10 ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു നഴ്സറിനെ തുടങ്ങാം. 6 പിള്ളേരെ ഉണ്ടാക്കാൻ 3 കെട്ടേണ്ടി വരുമല്ലോ മോനെ. എന്തിന്? എൻ്റെ പൊണ്ടാട്ടിക്ക് 6 10 എണ്ണത്തിന് വേണേലും പെറാൻ പറ്റും. പിന്നെ എന്ത് പിന്നെ? പറ്റില്ല എൻ്റെ പെണ്ണിന്. അവനവൾ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവളുടെ കാതോരം ഒഴിഞ്ഞു. കാശിയേട്ടാ, അവൾ കുതിരിമാരെ അവനെ മുഖത്ത് നോക്കി വിളിച്ചു. എന്താടാ? ശരിക്കും കാശിന് എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അത് അവളോട് വെറുതെ പറഞ്ഞാണോ? നിന്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോഴും അവളായിരുന്നു മനസ്സിൽ. പക്ഷെ നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കുമ്പോൾ, എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവളേക്കാൾ എന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് നീയാണെന്ന്. എപ്പോഴൊക്കെയോ നിന്നെ കൂടെ കൂട്ടണമെന്ന് മനസ്സുമില്ലാതെ ആഗ്രഹിച്ചു പോയി. പക്ഷെ അപ്പോഴും നിന്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ തടസ്സാവുന്ന തോന്നലിൽ ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. പക്ഷെ അവൾ നിന്നെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാശിയുടെ മനസ്സിൽ മീനുവിനുള്ള സ്ഥാനം എനിക്കറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും അവിടെ സ്ഥാനം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്തത്. പക്ഷേ ഈ മുറിയിൽ കാശിയേട്ടനോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടില്ലെന്ന് ഓർത്ത് പലപ്പോഴും വേദന തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനൊരു വാടക ഭാര്യയാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. മോളെ, അവൻ അവളുടെ ഇരുകവളിലും കൈ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതിൽ അവളോടുള്ള പ്രണയം അവൾക്ക് കാണാമായിരുന്നു. നീ വെറും വാടക ഭാര്യയല്ല, എൻ്റെ നല്ല ഭാര്യയാ, എൻ്റെ പ്രാണനാ, എൻ്റെ ജീവനാ. മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമാടി മോളെ എനിക്ക് നിന്നെ. അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ സീമന്തരേഖയിൽ ചുണ്ടമർത്തി. തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ചുംബനം. അവൾ കണ്ണുകളടച്ച് തൻ്റെ പ്രാണന്റെ ചുംബനം സ്വീകരിച്ചു. അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് പോയി. അവളെ ബെഡിലേക്ക് കിടത്തി അവൾക്കടുത്തായി അവരും കിടന്നു. ഇതുവരെ ഈ മുറിയിൽ നമ്മൾ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്നു മുതൽ നീ എൻ്റെ ശരീരത്തിൻ്റെ അവകാശി കൂടിയാ. ഇപ്പം ഈ ഹൃദയമിടിപ്പ് പോലും എനിക്ക് കേൾക്കാം. അവൻ അവളുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. നീ ജനിച്ചപ്പോൾ തൊട്ട് നിന്നെ ഞാൻ കാണുക. പക്ഷേ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു സൗന്ദര്യം എൻ്റെ പെണ്ണിനുണ്ടെന്ന് ഇന്നെനിക്ക് തോന്നുക. എന്ത്? അതേ, ഇപ്പം ഈ മനസ്സും ശരീരം എൻ്റേത് മാത്രമായില്ലേ, ഇനി എന്നും എൻ്റേത് മാത്രമല്ലേ? അവളുടെ കാതോരം ഒഴിഞ്ഞുകൊണ്ട് അവൻ അവളോട് ചേർന്നു. ആ നിമിഷം ഇരുവരിലും പ്രണയത്തിൻ്റെ പനനീർ പൂക്കൾ പൂത്തു വിടർന്നിരുന്നു. ഒരിക്കലും വിട്ടുകളയില്ലെന്ന് ഉറച്ച തീരുമാനത്തോടെ അവൻ അവളെ എല്ലാ അർത്ഥത്തിലും തൻ്റെ പാതിയാക്കി. നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇരുവരും പരസ്പരം കെട്ടിപ്പുണർന്ന് നിദ്രയിലേക്ക് ചേക്കേറി.